അപ്പോൾ ആ സൂര്യകാന്തിപ്പാടം കാണാൻ വേണ്ടി ഇനി ഗുണ്ടൽപേട്ടയ്ക്ക് പോകേണ്ടതില്ല കേട്ടോ. നമ്മുടെ ദേശീയപാതയിൽ കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയില്ലേ, കൽപ്പറ്റയിൽ നിന്ന് ബത്തേരിക്ക് പോകുമ്പോൾ മുട്ടിലിനും കാക്കവയലിനും ഇടയിലായിട്ട് ഇടതുവശത്താണ് അടിപൊളിയായിട്ടുള്ള ഒരു സൂര്യകാന്തിപ്പാടം ഉള്ളത്. രണ്ട് കർഷകർ കൂടിയിട്ട് ഇത് 4ാമത്തെ വർഷമാണ് ഈ സൂര്യകാന്തിപ്പാടം ഒരുക്കുന്നത്. ബേബി ചേട്ടനും പ്രഭാകരേട്ടനും കേട്ടോ. അവർ വലിയ ലാഭമൊന്നുമില്ല, പക്ഷേ ആളുകളിങ്ങനെ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് സന്തോഷവാന്മാരായി പോകുന്നത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷം. മുട്ടിൽ കൃഷിഭവനും മുട്ടിൽ ഗ്രാമപഞ്ചായത്തൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടാണ് അവർ കൃഷി ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ ചെണ്ടുമല്ലി കൃഷിയൊക്കെ വയനാട്ടിൽ വ്യാപകമായി തുടങ്ങിയിട്ടുണ്ട്. സൂര്യകാന്തി കൂടി വന്നതോടുകൂടി വയനാട്ടിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി എടക്കൽ ഗുഹയിലേക്കും പടിഞ്ഞാറത്തറ ഡാമിലേക്കും കാരാപ്പുഴയിലേക്കൊക്കെ വരുന്നവർ, പിന്നെ ഇതിനൊന്നുമല്ലാതെ കുടുംബ ആവശ്യങ്ങൾക്കും ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ വരുന്നവർക്ക് കുറച്ച് സമയം ഉല്ലസിച്ച് ചുരുങ്ങിയ ചിലവിൽ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാനൊരു അവസരമുണ്ട്. നമ്മൾ കൊടുക്കുന്ന 10 രൂപയാണ് അവരുടെ വരുമാനം, വേറെ വരുമാനമൊന്നുമില്ല. മഴയൊക്കെ പെയ്തതുകൊണ്ട് ഈ പൂവൊന്നും വിറ്റ് ഇതിൻ്റെ വിത്തൊന്നും വിറ്റ് വലിയ പൈസയൊന്നും അവർക്കില്ല. എന്തായാലും ഇത് കാണാൻ ധാരാളം സഞ്ചാരികളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ആതിര, ഗവേഷകയാണ്. അപ്പോൾ എൻ്റെ റിസർച്ചിൻ്റെ ആവശ്യമായിട്ട് നമ്മൾ വയനാടൊന്ന് വിസിറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളപ്പം വയനാടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് കൃഷികൾ, കാപ്പി, ഏലം, കുരുമുളക്, നെല്ല്, ഇതിൻ്റെ ഒക്കെ നാടാണ് വയനാടെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ഒരു സൂര്യകാന്തി പാടം, സൂര്യകാന്തി കൃഷി നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കൃഷിയെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ടൂറിസം അടിസ്ഥാനത്തിൽ ആ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ തൽക്കാലത്തെ ഒരു താൽക്കാലിക വരുമാനം എന്നോണം അത്യാവശ്യം ഇത് കൃഷി ചെയ്ത ആ ഒരു കർഷകന് അതിൻ്റെ ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു വാണിജ്യ അടിസ്ഥാനത്തിലേക്ക് എത്രമാത്രം ഈ ഒരു മേഖല വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യേണ്ടതാണ്. ബിക്കോസ് ഇതിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പിന്തുണ ഇപ്പോഴും ഇവർക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇനിയും ഒരുപാട് കർഷകർ ഒരു പക്ഷേ ഇത്തരം കൃഷിയിലോട്ടൊക്കെ താല്പര്യമുള്ളവരുണ്ടാകും. അപ്പൊ അവർ ആ രീതിയിലേക്ക് വാണിജ്യ അടിസ്ഥാനത്തിലേക്ക് ഇത്തരം കൃഷികളിലേക്ക് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ തീർച്ചയായും ഭരണകൂടത്തിന്റെ സൈഡിൽ നിന്നും ഒരു പിന്തുണ അവർക്ക് കിട്ടേണ്ടതാണ്. അത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നായാലും മൊത്തത്തിലായാലും ആ ഒരു രീതിയിലുള്ള ഒരു വിശകലനം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം കൃഷികളെയും കൂടി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇനിയും നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു വയനാട് ജില്ലയെ വീണ്ടും ഒരു വാണിജ്യാടിസ്ഥാനത്തിലേക്ക് ഈ പൂക്കൃഷി വ്യാപിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പദ്ധതികൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. അതിന് ഈ പറഞ്ഞതുപോലെ ഭരണകൂടത്തിന്റെ സൈഡിൽ നിന്നുള്ള നല്ല രീതിയിലുള്ള ഒരു പിന്തുണ ആവശ്യമാണ്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഈ ആശയം എങ്ങനെ വന്നു എന്നുള്ളത് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഈ ഗുണ്ടൽപേട്ട പോയി പോവുകയാണെന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ആ ഗുണ്ടൽപേട്ട അന്യ സംസ്ഥാനത്തേക്ക് പോകുന്ന പൈസ നമുക്ക് ഇവിടെ എങ്ങനെ വിനിയോഗിക്കാൻ കഴിയും? അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇട്ട് പൂണ്ടാക്കിയിട്ട് ഇപ്പോൾ 4 കൊല്ലമായിട്ടും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പോകുന്നു. നെല്ല് കൃഷി എടുത്തിട്ട് ഇതുവരെ ലാഭം കിട്ടിയിട്ടില്ല. പിന്നെ മുട്ടിൽ പഞ്ചായത്ത് ഞങ്ങൾക്ക് നല്ല സഹായം ചെയ്തു തരുന്നുണ്ട്. അവിടെ കൃഷി ഓഫീസർ, ഇപ്പോൾ ഉള്ള കൃഷി ഓഫീസറും ഈ ശ്രീകാന്ത് സാറിനെ പോലെ തന്നെ ഞങ്ങളെ നല്ല രൂപത്തിൽ സഹായിക്കുന്ന ആളാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഇതിന് ചെടിക്കൊക്കെ കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ അയാൾ വിളിച്ച് ഏത് സമയത്ത് അയാൾ വന്ന് അന്വേഷിക്കുകയും ചെയ്യും. നല്ല അവരെ ജീവനക്കാരൊക്കെ അതെ. അതാണ് ഞങ്ങളുടെ വിജയത്തിന്റെ ഒരു ഭാഗം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആൾക്കാർ വരുന്നവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരഭിപ്രായമാണ് പറയുന്നത്. ആരും മോശം പറയുന്നില്ല. ഞങ്ങൾ വെറും നിസ്സാരം 10 രൂപയെ മേടിക്കുന്നുള്ളതാണ്. ഗുണ്ടൽപേട്ട പോകുന്ന പൈസ ഇവിടെ എനിക്ക് ഇപ്പോൾ ഒരു മിനി ഗുണ്ടൽപേട്ട ആയിട്ടില്ല ഇവിടെ. അടിപൊളി, സൂപ്പർ, അടിപൊളി, സൂപ്പർ, നന്നായിട്ട് ഒരുപാട് നല്ല ഫോട്ടോസ് സൂപ്പർ.